കുവൈറ്റിലെ വിദേശികൾക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് സേവനങ്ങളുടെ ഔട്ട്സോഴ്സ് കരാർ 6 മാസത്തേക്ക് കൂടി നീട്ടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് നിലവിലെ കമ്പനിയുമായുള്ള കരാർ നീട്ടിയത്. ജൂലൈ വരെ നിലവിലെ കരാർ തുടരും. ഇക്കാമ പുതുക്കുന്നതിനു മുമ്പ് വിദേശികളിൽ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം സ്വീകരിക്കുന്നതും ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് നൽകുന്നതും ഉൾപ്പെടെയുള്ള ജോലികളാണ് സ്വകാര്യ കമ്പനി കരാറടിസ്ഥാനത്തിൽ നിർവഹിച്ചു പോരുന്നത്. സേവനത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കമ്പനിയുമായുള്ള കരാർ നേരത്തെ മന്ത്രാലയം റദ്ദാക്കിയിരുന്നെങ്കിലും ഇൻഷുറൻസ് കാർഡ് വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം 6 മാസത്തേക്ക് താൽക്കാലികമായി നീട്ടിയിരുന്നു. പുതുക്കി നൽകില്ലെന്ന് വ്യക്തമാക്കിയതിനു ശേഷം തുടർച്ചയായി രണ്ടാം തവണയാണ് 6 മാസം വീതം കരാർ നീട്ടുന്നത്. സേവന കരാർ 1 വർഷത്തേക്ക് നീട്ടി നൽകണമെന്ന കമ്പനിയുടെ അപേക്ഷ തള്ളിയ മന്ത്രാലയം പുതിയ ഏജൻസിയെ കണ്ടെത്തുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള രാജ്യം ഖത്തറാണെന്ന് ദോഹയിലെ അമേരിക്കൻ ആക്ടിംഗ് അംബാസിഡർ റയാൻ അഭിപ്രായപ്പെട്ടു. ഖത്തറുമായി 40 വർഷമായി തുടരുന്ന ബന്ധമാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. പുതിയ സാഹചര്യത്തിൽ ഈ ബന്ധം കൂടുതൽ ശക്തമായി തീർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ ടിവിയിൽ ഹയാത്തുന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദി പൗരന്മാർക്ക് ഖത്തറിലേക്ക് വരുന്നതിന് നിലവിൽ വിലക്കില്ല എന്ന് ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി അഭിപ്രായപ്പെട്ടു. സൗദി കളിക്കാരെ മാത്രമല്ല ഉപരോധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയൊന്നും ഖത്തർ വിലക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. CNN ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഖത്തർ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. 2022 വരെ ഉപരോധം നീണ്ടുപോയാൽ അയൽ രാജ്യക്കാർക്ക് ലോകകപ്പിന് എത്താനാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കലാ, കായികം, സംസ്കാരം എന്നിവയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ജനപങ്കാളിത്തം കൊണ്ടും പരിപാടികളുടെ മികവ് കൊണ്ടും പ്രവാസോത്സവം ചരിത്രം കുറിച്ചുവെന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ പറഞ്ഞു. കുടുംബങ്ങളുടെ ഏറ്റവും മികച്ച വിനോദ കേന്ദ്രമാക്കി ഗ്ലോബൽ വില്ലേജിനെ മാറ്റിയെടുക്കാനുള്ള ലക്ഷ്യത്തിന് പ്രവാസോത്സവം മുതൽക്കൂട്ടായി എന്നും അവർ പറഞ്ഞു. ഈ മാസം 9 നടന്ന പ്രവാസോത്സവം എല്ലാം കൊണ്ടും മികച്ച അനുഭവമായിരുന്നു എന്ന പ്രതികരണമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഗ്ലോബൽ വില്ലേജ് CEO ബദർ അൻവാഹി പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിനോദ വിപണന കേന്ദ്രമായി മാറാനുള്ള യത്നത്തിൽ വേറിട്ട സാംസ്കാരിക പരിപാടികൾക്ക് ഇനിയും വേദിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ഡെപ്യൂട്ടി CEO M സാജിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി സംസാരിക്കുകയായിരുന്നു ബദർ അൻവാഹി. ഗ്ലോബൽ വില്ലേജ് മാർക്കറ്റിംഗ് മാനേജർ ഐഹാം സിദാനും സന്നിഹിതനായിരുന്നു. ഇവർക്ക് മീഡിയ 1 ഉപഹാരങ്ങൾ കൈമാറി. മീഡിയ 1 സംഘത്തിൽ M സാജിന് പുറമെ മീഡിയ 1 CGM മാത്യു, മിഡിൽ ഈസ്റ്റ് സീനിയർ ജനറൽ മാനേജർ ഷബീർ ബക്കർ, UAE മാർക്കറ്റിംഗ് വിഭാഗം ജനറൽ മാനേജർ ഫിന്നി ബെഞ്ചമിൻ, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി MCA നാസർ, UAE അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ മഹേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 ദുബായ്. ജനാദ്രിയ പൈതൃകോത്സവത്തിൽ മണിപ്പൂരിന്റെ കലാപ്രകടനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസവും കാണികളെ ആകർഷിച്ചത്. ഇന്ത്യൻ പവലിയനിലെ ഉത്തർപ്രദേശിന്റെ സ്റ്റാളും ശ്രദ്ധാകേന്ദ്രമായി. ഉത്തർപ്രദേശുകാർ സ്വന്തം വിഭവങ്ങൾ നൽകിയാണ് സ്വദേശികളെ സ്റ്റാളിലേക്ക് സ്വീകരിച്ചത്. വിവിധ സംസ്ഥാനങ്ങൾ മാറി മാറിയെത്തുന്ന ഇന്ത്യൻ പവലിയനിൽ ഉത്തർപ്രദേശിൻ്റെതായിരുന്നു 2 ദിവസം സ്റ്റാൾ. സ്വദേശികളെ മധുരവും ഉപഹാരവും നൽകി അവർ സ്വീകരിച്ചു. ഇന്നു മുതൽ മധ്യപ്രദേശിന്റെ സ്റ്റാളാണ് മേളയിലുണ്ടാവുക. മേള ഒരാഴ്ചയിലേക്ക് എത്തിയതോടെ നിരവധി പേരാണ് ദൂരദിക്കുകളിൽ നിന്ന് പോലും എത്തുന്നത്. ഞാൻ ഇതിനു വേണ്ടി ദമ്മാമെന്ന് വന്നാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സെക്ഷനെ കണ്ടു, വളരെ സന്തോഷകരമാണ്. കലാപ്രകടനങ്ങളാൽ സമൃദ്ധമാണ് ഇന്ത്യൻ പവലിയന് മുന്നിലെ വേദി. നിറഞ്ഞ കാണികൾക്ക് മുമ്പിൽ മണിപ്പൂരി കലകൾ കാണികളുടെ കയ്യടി നേടി. രാജസ്ഥാന്റെ ഗോത്രകലകൾ ഇന്നും നാളെയും വേദി കീഴടക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിലെ ജനാദ്രിയ പൈതൃകോത്സവത്തിൽ ഇന്ത്യൻ പവലിയനോട് ചേർന്നാണ് അൽബഹ പൈതൃക ഗ്രാമം. അൽബഹ പ്രവിശ്യയുടെ സംസ്കാരവും ചരിത്രവും സൂചിപ്പിക്കുന്നതാണ് ഈ ഗ്രാമം. വൈകിട്ടോടെ തുടങ്ങുന്ന ഗോത്രകലകൾ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്. സൗദിയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മലയോര പ്രദേശമാണ് അൽബഹ. സൗദിയിലെ സുഖവാസ പ്രവിശ്യകളിൽ ഒന്ന്. ഇവിടുത്തെ സംസ്കാരവും ഉൽപ്പന്നങ്ങളും ചരിത്രവും പരിചയപ്പെടുത്തുകയാണ് ജനാദ്രിയയിലെ ഈ ഗ്രാമം. അകത്ത് കയറിയാൽ വാളുകളുടെയും തോക്കുകളുടെയും പഴയ ശേഖരം. വേട്ടക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നവ. കരിങ്കല്ലുകൾ ഉപയോഗിച്ചാണ് അൽബഹയിലെ വീടുകൾ ഏറെയും. അതിന്റെ മാതൃക അപ്പടിയുണ്ടിവിടെ.
പഴയൊരു വീട്ടിൽ നിന്ന് വൈകുന്നേരത്തോടെ ഗോത്രക്കാർ ഇറങ്ങും. പിന്നെ വേദിയിലേക്ക്. രാത്രിയോളം പിന്നെ ഗോത്ര നൃത്തങ്ങൾ ചുറ്റുമുള്ള ആരാധകരെ പിടിച്ചിരുത്തും. അവസാനം ആകാശത്തേക്ക് വെടിപൊട്ടിച്ച് സമാപനം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നാടകം റിയാദിൽ അരങ്ങേറി. 1921 ഖിലാഫത്ത് എന്ന പേരിൽ അവതരിപ്പിച്ച നാടകം കാണാൻ വൻ ജനാവലിയാണ് എത്തിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരായ അസത്യങ്ങൾ തുറന്നു കാണിച്ച നാടകം അവതരിപ്പിച്ചത് റിയാദ് കലാഭവനാണ്. റിയാദ് കലാഭവൻ 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് നാടകം അരങ്ങിലെത്തിയത്. ചെയർമാൻ റഫീഖ് മാനങ്കേരിയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക പരിപാടി ഷാജഹാൻ കല്ലമ്പലം ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ മലബാറിലെ ജന്മിമാർ നടത്തിയ ക്രൂരതകൾ നാടകം ചിത്രീകരിച്ചു. മലബാറിൽ നിലനിന്ന ഹിന്ദു മുസ്ലിം ഐക്യം മികച്ച രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് നാടകം. നാടകത്തിൽ 75 കഥാപാത്രങ്ങൾക്ക് പ്രവാസികൾക്കിടയിലെ 50 കലാകാരന്മാർ ജീവൻ നൽകി. ആലി മുസ്ലിയാരും വാര്യകുന്നത്തും ബ്രിട്ടീഷുകാർക്കായി പ്രവർത്തിച്ച ഏർനാട്ടിലെ ചേക്കുട്ടി പോലീസും കാണികളുടെ കയ്യടി നേടി. വെടിയുണ്ടകൾ, മർദ്ദനങ്ങൾ, പീഡനങ്ങൾക്കും ഒരു രാജ്യത്തിന്റെ, ഒരു ജനതയുടെ അഭിലാഷത്തെ തച്ച് തകർക്കാനാകില്ല. ജയ് ഖിലാഫത്ത്, ജയ് ഭാരത്. ജയൻ തിരുമന രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ ദീപസംവിധാനം ഇക്ബാൽ എടവിലങ്ങാണ്. ഷാരോൺ ഷെരീഫ് സഹസംവിധാനവും നൌഷാദ് കിളിമാനൂർ സംഗീതവും വിജയകുമാർ സംഗീത നിയന്ത്രണവും അഷ്റഫ് മൂവാറ്റുപുഴ രംഗസജ്ജീകരണവും നിർവഹിച്ചു. ബഷീർ ചേറ്റുവ, റഫീഖ് മാനങ്കേരി, ഷാരോൺ ഷെരീഫ്, ഷംനാദ് കരുനാഗപ്പള്ളി, നൌഷാദ് കട്ടുപ്പാറ, റാണി ജോയ്, നിഷ ഷിബു, സംഗീത വിജയ്, ജിഷ റനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മീഡിയ 1, റിയാദ്. ബഹ്റൈനിൽ നടന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടക മത്സരത്തിൽ ദ്വയം മികച്ച നാടകമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരഫലം വന്നപ്പോൾ 6 അവാർഡുകളാണ് ഈ നാടകം നേടിയത്. ബഹ്റൈൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരത്തിൽ ജലീൽ അബ്ദുള്ള രചിച്ച് ഹരീഷ് മേനോൻ സംവിധാനം ചെയ്ത ദ്വയം അവാർഡുകൾ വാരിക്കൂട്ടി. മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നിവക്കുള്ള പുരസ്കാരം ദ്വയത്തിനാണ്. ഇവ കൂടാതെ ദീപവിധാനം, സംഗീതം, രചന എന്നിവക്കും ദ്വയത്തിന് അവാർഡുകൾ ലഭിച്ചു. തങ്ങളുടെ ദൃശ്യാവിഷ്കാരത്തിന് ലഭിച്ച അംഗീകാരത്തിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ഹരീഷ് മേനോൻ പറഞ്ഞു. 2 പുരുഷന്മാരുടെ സ്നേഹവും പ്രണയവും ഒക്കെ പറയുന്ന അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. സ്റ്റേജിൽ ചെയ്യാൻ കുറേയേറെ ചലഞ്ചസ് എനിക്കും ഉണ്ടായിരുന്നു. അത് ഒരുപാട് സന്തോഷമുണ്ട്. നാടകത്തിൽ രമേശൻ എന്ന കഥാപാത്രമായി വേഷമിട്ട് ജയചന്ദ്രൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നാട്ടിൽ നിന്നെത്തിയ നാടക പ്രവർത്തകരായ മുരളി മേനോൻ, പി ഹരിലാൽ, ബേബിക്കുട്ടൻ എന്നിവരായിരുന്നു മത്സരത്തിലെ വിധികർത്താക്കൾ. 4 നാടകങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. നാടകങ്ങളെല്ലാം മികച്ച നിലവാരം പുലർത്തിയെന്ന് വിധികർത്താക്കൾ വിലയിരുത്തി. ക്യാമറ പേഴ്സൺ ജോമോനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനിൽ കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ മെമ്പേഴ്സ് നെറ്റ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ അസോസിയേഷന്റെ മെമ്പേഴ്സ് നൈറ്റ് സൗത്ത് പാർക്ക് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ചാണ് നടന്നത്. പ്രസിഡന്റ് OK സതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി KM അജിത് കുമാർ സ്വാഗതം ആശംസിച്ചു. അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംഗമത്തിൽ 300-ൽ പരം അംഗങ്ങൾ പങ്കെടുത്തു. സംഘടനയിലെ മുതിർന്ന അംഗം ജയചന്ദ്രൻ നരോത്തിനെയും ബഹ്റൈനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഗ്രിഗോറിയോസ് പള്ളി വികാരി ടിനോ തോമസിനെയും ചടങ്ങിൽ ആദരിച്ചു. AT വിനോദ് കുമാർ ചടങ്ങിൽ ആശംസ നേർന്നു.
മെമ്പർഷിപ്പ് സെക്രട്ടറി റിദിൻ രാജ് നന്ദി പറഞ്ഞു. ക്യാമറ പേഴ്സൺ ജോമോനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. നാളെ നടക്കുന്ന ഖത്തർ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി വാഴക്കാട് അസോസിയേഷൻ ഖത്തറിൽ കായികമേള സംഘടിപ്പിക്കുന്നു. ഇബൻ അജിയാൻ ഗ്രൂപ്പുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടി കാലത്ത് 8 മണിക്ക് ഘോഷയാത്രയോടെ ഏഷ്യൻ ടൗണിൽ ആരംഭിക്കും. ഖത്തറിന 2018 എന്ന തലക്കെട്ടിൽ കുടുംബാംഗങ്ങൾക്കായുള്ള വിവിധ മത്സരങ്ങളോടുകൂടിയാണ് മേള നടക്കുകയെന്ന് സംഘാടകർ ദോഹയിൽ അറിയിച്ചു. കായിക രംഗത്ത് ഖത്തറിലെ സജീവ സാന്നിധ്യമായ പ്രവാസി കൂട്ടായ്മ യാസ് ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ജേഴ്സി പ്രകാശനം ചെയ്തു. നാളെ നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ യാസ് ഖത്തർ ടീം അംഗങ്ങൾ മത്സരരംഗത്തുണ്ട്. ചീഫ് പാർട്ണർ ആൻഡോ റോച്ച, ചെയർമാൻ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, ബനാന റെസ്റ്റോറന്റ് മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുള്ളക്കുട്ടി തളിക്കുളം, സമീർ ചെറുമൂത്ത്, മീഡിയ 1 മാർക്കറ്റിംഗ് മാനേജർ നിഷാന്ത് എന്നിവർ ചേർന്നാണ് ജേഴ്സി പ്രകാശനം ചെയ്തത്. തൃശൂർ ജില്ലയിലെ തളിക്കുളം മഹല്ല് വെൽഫെയർ കമ്മിറ്റി ഷാർജയിൽ കുടുംബസംഗമം ഒരുക്കി. സമീർ സഖാഫി അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. 40 വർഷത്തെ പ്രവാസത്തിന് ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങുന്ന PM സുലൈമാൻ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് യഹ്യ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. കബീർ ഉപഹാരം കൈമാറി. ജിദ്ദയിലെ കണ്ണമംഗലം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 25-ന് അച്ഛനമ്പലത്ത് വെച്ച് നടക്കും. വൈകുന്നേരം 4 മണിക്ക് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനാണ് കെട്ടിടം നാടിനായി സമർപ്പിക്കുക. പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം PK കുഞ്ഞാലിക്കുട്ടി MPയും നിർവഹിക്കും. കലാപരിപാടികളും മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ M-Cube എന്ന മാജിക് മോട്ടിവേഷൻ ഷോയും ഉണ്ടാകും. തൃശൂർ ജില്ലയിലെ പാടൂർ നിവാസികളുടെ സംഗമം ഷാർജ നാഷണൽ പാർക്കിൽ നടന്നു. ബഹ്റൈൻ പാടൂർ അസോസിയേഷൻ പ്രതിനിധി റഫീഖ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ദുബായ് പ്രസിഡന്റ് ഫാറൂഖ് കാട്ടേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. 400ഓളം പാടൂർ നിവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളും അരങ്ങേറി. നസീർ പാടൂർ സ്വാഗതവും നവാസ് കാര്യാട്ട് നന്ദിയും പറഞ്ഞു. തുംറൈത്ത് ഇന്ത്യൻ സോഷ്യൽ അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടർ PM ജാബിർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ദേബാശിഷ് ഭട്ടാചാര്യ, മൻപ്രീത് സിംഗ് എന്നിവർ ആശംസകൾ നേർന്നു. കമ്മ്യൂണിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികളിൽ ഭക്ഷ്യമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ടിസ പ്രസിഡന്റ് റസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷജീർ ഖാൻ സ്വാഗതവും സജ്നി ഷാജീവ് നന്ദിയും പറഞ്ഞു. ബഹ്റൈനിൽ പ്രവാസി മലയാളിയെ കാണാനില്ലെന്ന് പരാതി. തിലകൻ OK എന്ന ടൈറ്റാനിയം തിലകനെയാണ് ഈ മാസം 4-ാം തീയതി മുതൽ കാണാതായത്. ബഹ്റൈനിലെ പ്രശസ്ത ഫുട്ബോൾ പരിശീലകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് ഇന്ത്യൻ എംബസിയിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്.